മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഏതു വലിയവൻ, എത്ര വലിയവൻ, എത്ര ഇരട്ടച്ചങ്ങൻ, എത്ര കാരണഭൂതം വന്നാലും അവനെ ചവിട്ടി അരയ്ക്കും ജനങ്ങൾ. മൂന്നാം തവണയും അധികാരത്തിലേക്ക് കയറാൻ മപ്പടിച്ചു നിന്ന ഒരു മനുഷ്യനെ എടുത്തിട്ട് ചതച്ചിരിക്കുകയാണ് ജനം. കേരളത്തിലെ CPM-ന്റെ ചുവന്ന കോട്ടയായിട്ടുള്ള, കേരളത്തിലെ CPM-ന്റെ ഈറ്റില്ലമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ CPM നേതൃത്വത്തെ CPM-ന്റെ അണികൾ കൊന്നു കുഴിച്ചു മൂടുന്നതാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നമ്മൾ കണ്ടത്. നമസ്കാരം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസം. പിണറായി വിജയന്റെ 10 വർഷത്തെ കിരാത ഭരണത്തെ കേരളത്തിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് UDF സുനാമിയാണ് ഇന്ന് അടിച്ചിരിക്കുന്നത്. ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവർ വിസ്മയം തീർത്തിരിക്കുന്നു. എന്താണ് ഈ വിജയത്തെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഇനിയുള്ള UDF-ന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? LDF-ന്റെ ഭാവി എന്താണ്? അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത്, ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരും അതിൻ്റെ യജമാനന്മാരും ജനങ്ങളാണ് എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നരാധമനെ, ഈ ഒരു കിരാത മനസ്സുള്ള ഒരു മനുഷ്യനെ, ഒരു ഭരണഘടനാ വിരുദ്ധനെ, ഒരു അഴിമതിക്കാരനെ ജനങ്ങൾ തോൽപ്പിക്കുകയല്ല ചെയ്തത്. ഏതാണ്ട് പൂർണ്ണമായി തന്നെ അയാളെ ജനങ്ങൾ ഏതാണ്ട് കൊന്നു കുഴിച്ചു മൂടിയതുപോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ പിണറായി വിജയൻ്റെ സ്ഥിതി നമ്മളെടുത്ത് നോക്കൂ. 2021 50,000-ലധികം വോട്ടുകൾക്ക് ജയിച്ച പിണറായി വിജയൻ ഇങ്ങനെ നിലത്ത് കിടന്ന് ഇങ്ങനെ നാലുകാലയിൽ ഇങ്ങനെ എഴഞ്ഞ് ഒരു 10,000-11,000 വോട്ടിന് ജയിച്ചാൽ അത്ഭുതം. അപ്പോൾ അയാൾ ആരോടാണ് ഇങ്ങനെ ഫലത്തിൽ ജയിച്ചാലും തോൽക്കുന്നത് ആരോടാണ്? ഒരു ചെറുപ്പക്കാരൻ, അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനോടാണ് അദ്ദേഹം ഈ 10,000-15,000 വോട്ടിന് ജയിക്കാൻ പോകുന്നത്. അത് കള്ളവോട്ട് കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അപ്പോൾ കാരണഭൂതൻ, ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞ് മൂന്നാം തവണയും അധികാരത്തിലേക്ക് കയറാൻ മപ്പടിച്ചു നിന്ന ഒരു മനുഷ്യനെ എടുത്തിട്ട് ചതച്ചിരിക്കുകയാണ് ജനം. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പം കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജില്ല, ആ ജില്ലയിലെ CPM-ന്റെ ചരിത്രം നമ്മളൊന്ന് എടുത്ത് നോക്കൂ. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് CPM ഭരണത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഒരു 6-7 മണ്ഡലങ്ങൾ ഒരു 30,000 മുതൽ ഒരു 50,000-60,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വരെ ജയിച്ചു കൊണ്ടിരുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. കേരളത്തിലെ CPM-ന്റെ ഈറ്റില്ലം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയ ഒട്ടനവധി ഒരുപിടി ആളുകൾ ഉത്ഭവിച്ചത് ആ ജില്ലയിൽ നിന്ന്. കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കാലങ്ങളായി CPM-നെ ഭരിച്ചാലും പ്രതിപക്ഷിച്ചിരിക്കുമ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ജില്ലയാണ് CPM. ആ ജില്ലയിലെ അവസ്ഥ എന്താ? ആ ജില്ലയിലെ അവസ്ഥ നമ്മളിപ്പോൾ തൃക്കരിപ്പൂര് മുതൽ എടുക്കുക. തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ, ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ CPM തോറ്റിട്ടില്ല. അവിടെ പാലക്കാട് നിന്ന് ചെന്ന് അവിടെ മത്സരിച്ച BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ 1985 വോട്ടുകൾക്ക് അവിടെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ എത്ര കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 40,000-40,000-ലധികം വോട്ടുകൾക്ക് CPM ജയിച്ച മണ്ഡലത്തിലാണ് 1985 വോട്ടിന് സന്ദീപ് വാര്യർ ജയിച്ചത്. ഇനി പയ്യന്നൂരിലേക്ക് നമ്മൾ വരൂ. ഏതാണ്ട് ഒരു 15ഓളം തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി CPM ജയിച്ചു കൊണ്ടിരുന്ന 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1,00,000-ലധികം വോട്ടിന് CPM ജയിച്ച ആ മണ്ഡലത്തിൽ ഒരു പാവം മനുഷ്യൻ, ഒരു ഊതിയാൽ പോലും തെറിച്ചു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ, കളർ ഷർട്ട് വിട്ട് ഒറ്റ മുണ്ട് വിട്ട് വോട്ട് പിടിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അയാളെ ഏതൊക്കെ തരത്തിൽ അയാളെ പീഡിപ്പിച്ചു. അയാൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പണിത് കഴിഞ്ഞപ്പം അതിൻ്റെ ഉടമയെ വിരട്ടി അത് പൊളിച്ച് ദൂരെ കളഞ്ഞു. അയാളൊരു മതിലെ ചുവരെഴുതിയപ്പോൾ ആ മതിൽ തന്നെ പൊളിച്ചു കളഞ്ഞു. ഈ വൃത്തികെട്ടവന്മാർ ആലോചിച്ച് നോക്കണം, മതിൽ തന്നെ പൊളിച്ചു കളഞ്ഞു. അയാളുടെ സുഹൃത്തിൻ്റെ ജീപ്പ് ബൈക്ക് കത്തിച്ചു, കാറ് കത്തിച്ചു, അദ്ദേഹത്തിൻ്റെ തന്നെ കൃഷിയിടത്തിലെ ഷെഡ് കത്തിച്ചു. അപ്പോൾ ഈ നിലയിലൊക്കെ ചെയ്തു.
അവിടെ 2021 500,000 വോട്ടിന് ആലോചിക്കണം. നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മണ്ഡലത്തിൽ ഒരു 1.25 ലക്ഷം വോട്ടാണ് ഉള്ളത്. ആ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 94,000 വോട്ടുകൾ CPM നേടി 500,000 വോട്ടിന് ജയിച്ച ആ സ്ഥലത്ത് 7,000 ചില്ലാനം വോട്ടുകൾക്ക് വി കുഞ്ഞികൃഷ്ണൻ അവിടെ ജയിച്ചു എന്ന് പറയുമ്പം ആരാ കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ചത്? കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ചത് CPM-കാരാണ് ജയിപ്പിച്ചത്. CPM-ൻ്റെ അണികളാണ് ജയിപ്പിച്ചത്. ഇനി നമ്മൾ തളിപ്പറമ്പിലേക്ക് വന്നേ. തളിപ്പറമ്പിൽ കഴിഞ്ഞ നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ഏതാണ്ട് 25,000 വോട്ടിന് ജയിച്ച ആ സ്ഥലത്ത് ഏതാണ്ട് 18,000 വോട്ടുകൾക്ക് അവിടെ CPM വിമതനായിട്ടുള്ള TK ഗോവിന്ദൻ ജയിക്കുകയാണ്. മട്ടന്നൂരായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. ഏതാണ്ട് 60,000-ലധികം ഭൂരിപക്ഷം KK ശൈലജ കൊടുത്ത മട്ടന്നൂരിൽ ഏതാണ്ട് 10,000-നടുത്ത് വോട്ടുകൾക്ക് ആണ് CPM ജയിക്കുമെന്ന് ഇപ്പോൾ കേൾക്കുന്നത്. മനസ്സിലായി? അപ്പം ആ നിലയിൽ കേരളത്തിലെ CPM-ൻ്റെ ചുവന്ന കോട്ടയായിട്ടുള്ള കേരളത്തിലെ CPM-ൻ്റെ ഈറ്റില്ലമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ CPM നേതൃത്വത്തെ CPM-ൻ്റെ അണികൾ കൊന്നു കുഴിച്ചു മൂടുന്നതാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് വന്നേ. ആലപ്പുഴയിൽ G. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ എന്തൊക്കെ പറഞ്ഞാണ് G. സുധാകരനെ അധിക്ഷേപിച്ചത്? വർഗവഞ്ചകൻ മുതൽ എന്തൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ പരമ്പരകളായി അഴിമതി കഥകൾ എഴുതാനിരുന്ന ആളാണ് അവിടെ തോറ്റ H. സലാം. അവിടെ 10,000-18,000 വോട്ടിന് പിന്നെ G. സുധാകരൻ അവിടെ ജയിച്ചിരിക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായി മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഏതു വലിയവൻ, എത്ര വലിയവൻ, എത്ര ഇരട്ടച്ചങ്ങൻ, എത്ര കാരണഭൂതം വന്നാലും അവനെ ചവിട്ടി അരയ്ക്കും ജനങ്ങളുടെ കാലിൻ്റെ അടിയിൽ അയാൾ കിടന്ന ജനം ചവിട്ടി ഞെരിക്കും, അരയ്ക്കും, കൊല്ലും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയൻ നേടിയിട്ടുള്ള യഥാർത്ഥത്തിൽ സാങ്കേതികമായിട്ടുള്ള പരാജയം എന്ന് നമ്മൾ കാണണം. ഇപ്പം ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. 100-ലധികം സീറ്റുകൾ ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ 2001 ശേഷം UDF നേരിടുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണിത്. 2001 61 MLA-മാരാണ് ജയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് 62-63 പേര് പേര് ജയിച്ചിരിക്കുകയാണ്. പിന്നെ UDF-നും ചില സന്ദേശങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഇത് UDF എന്തെങ്കിലും ചെയ്തതുകൊണ്ട് UDF-ന് കിട്ടിയ ജയമാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. UDF-ൻ്റെ പ്രചരണം കൊണ്ടൊന്നും UDF ജയിച്ച് കയറിയതാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഇത് ജനങ്ങൾക്ക് പിണറായി വിജയനോടും ജനങ്ങൾക്ക് CPM-നോടും ജനങ്ങൾക്ക് ഈ ഭരണത്തോടുമുള്ള കടുത്ത വിരോധവും അറപ്പും വെറുപ്പും ഒന്നുകൊണ്ട് മാത്രം കിട്ടിയ വിജയമാണ് എന്ന് UDF-കാർ മനസ്സിലാക്കിക്കൊള്ളണം. അതോടൊപ്പം തന്നെ എന്നെപ്പോലെയും ഈ പറഞ്ഞ ഉമേഷ് ബാബുവിനെ പോലെ കേട്ടുള്ള ആളുകൾ ഈ വാൾമുനയ്ക്കു കീഴിൽ നിന്ന് കഴിഞ്ഞ 5 വർഷമായി ഇടതടവില്ലാതെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ചെറിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് UDF മനസ്സിലാക്കിക്കൊള്ളണം. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ഇത് സംസാരിച്ച് പോകുന്ന കൂട്ടത്തിൽ പത്തനാപുരത്തെക്കുറിച്ച് പ്രതിപാദിക്കാതെ വയ്യ. പത്തനാപുരത്ത് താൻ എന്ത് ചെയ്താലും ജയിക്കുമെന്ന് ഇന്നലെയും കൂടി ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞയാളാണ് KB ഗണേഷ് കുമാർ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ജനങ്ങളെന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ നമ്മൾ വില കുറച്ച് കാണരുത്. നമ്മളൊന്ന് തിരിഞ്ഞാലോചിച്ച് നോക്കിയോ, ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞവൻ അവൻ എന്തുമാത്രം അഹങ്കാരം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ഓരോ വാക്കിലും ഓരോ ശരീരഭാഷയിലും ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന അഹങ്കാരമായിരുന്നു. ഞാൻ എന്തു ചെയ്താലും എന്നെ പത്തനാപുരത്തെ ജനങ്ങൾ വിജയിപ്പിക്കും. അവൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം വന്നപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞത് 5,000 സ്ത്രീകളുമായി, അതിനകത്ത് നിങ്ങൾക്കെന്ത് കാര്യം, അതെൻ്റെ വ്യക്തിഗതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു വന്നവനാണ് അവൻ. ഇതൊക്കെ നടന്നിട്ടും അവനെ 2-3 പ്രാവശ്യം ജയിച്ചതിൻ്റെ അഹങ്കാരവും താൻ പ്രമാണിത്വമായിരുന്നു അവിടെ കണ്ടത്. എന്നാൽ അവിടെ ജനങ്ങൾ ഊരിളയ്ക്കുപ്പരി പോലെ മറുപടി കൊടുത്ത് അവൻ്റെ മസ്തകം തകർത്ത് അവനെ അവിടെ ഇരുത്തി. അതല്ലേ സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. അതവൻ്റെ ഈ അബദ്ധ സഞ്ചാരം മാത്രമല്ല, ഉമ്മൻചാണ്ടിയോട് എടുത്തിട്ടുള്ള സമീപനമുണ്ട്, അതും അവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഈ ഗണേഷ് കുമാറിൻ്റെ അച്ഛന് കിട്ടിയതുപോലെ തന്നെ, അച്ഛനും ഇതുപോലെ തന്നെ അഹങ്കാരിയായിരുന്നു. അച്ഛനെയും മൂലയ്ക്ക് ഇരുത്തി ജനങ്ങൾ. അന്ന് ഐഷാപൂറ്റിയായിരുന്നു. ഓർത്തോണം. പക്ഷേ ഇന്ന് ഐഷാപൂറ്റിയല്ല. അതുകൊണ്ട്
ഒരാളും അർമാദിക്കാനും അഹങ്കരിക്കാനും ജനങ്ങൾ വിടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയൻ മുതൽ KB ഗണേഷ് കുമാർ വരെ ഉള്ളവരുടെ അധപതനം, തോൽവി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ വിജയത്തിൽ UDF വിനയാന്വിതരായിരിക്കണം. UDF ഇപ്പോൾ ഞങ്ങൾ 101 വന്നു എന്നും പറഞ്ഞുകൊണ്ട് അർമാദിക്കാൻ തുടങ്ങിയാൽ അത് അവരുടെ അധപതനത്തിലേക്ക് എത്തും, പതനത്തിലേക്ക് എത്തും എന്നുള്ളത് അവർ കാണാതിരിക്കരുത്. ഈ ജനം ഇപ്പോൾ CPM-നെതിരെ തിരിഞ്ഞ പോലെ നാളെ UDF-നെതിരെയും തിരിയാം. അത് നമ്മൾ കാണാതിരിക്കരുത്. പക്ഷേ UDF LDF തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ തലപൊക്കി പിടിച്ച് നടക്കാം ധൈര്യത്തോടു കൂടി, മറ്റതല്ല. നമുക്ക് ഒരിക്കലും സമാധാനത്തോടുകൂടി ഓഫീസിൽ ഇരിക്കാമല്ലോ. കാരണം പോലീസ് ഗുണ്ടകൾ വരില്ല, അങ്ങനെ ഒരു കണക്കൂട്ടലുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഈ വിജയം ഉൾക്കൊള്ളാൻ UDF-കാർക്ക് കഴിയണം. അവരിപ്പോൾ ജയിച്ചിട്ടേ ഉള്ളൂ. അവരിക്കിനി 5 വർഷം ഭരിക്കണം. അത് ചെറിയൊരു സംഭവമായിരിക്കും വിചാരിക്കരുത്. CPM-ൻ്റെ പ്രശ്നം എന്താണ്? CPM-ൻ്റെ പതനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്, പരാജയമല്ല. കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും CPM-ന് ഭരണമില്ല, കിട്ടാതെ പോകും. അപ്പം അതുകൊണ്ട് തന്നെ അവർ വളരെ അസ്വസ്ഥരായിരിക്കും. അവർക്കിനി അധികാരത്തിൽ വരാൻ വേണ്ടി 5 വർഷം കാത്തിരിക്കാനൊന്നും ഓർക്കുക വയ്യ. എങ്ങനെയെങ്കിലും പിടിച്ച്. ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റോ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറയായിരുന്നു, കാസർഗോഡോ മറ്റോ ഒരു ബോക്സൈറ്റ് ഇതുണ്ടെന്ന്, ഒരു പാറമട പോലത്തെ ഈ ബോക്സൈറ്റ്. അപ്പം അവിടെ പാറമടയ്ക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ നിലപാടുകളും എടുത്തിരുന്ന CPM കഴിഞ്ഞ ദിവസം ആ പാറമടയ്ക്കെതിരായിട്ട് സമരം ആരംഭിച്ചിരിക്കും. അതായത് അവർ പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു. തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഈ നാട്ടിൽ അരാജകത്വം അഴിച്ചുവിടാനും നാട്ടിലെ ക്രമസമാധാനം തകർന്നിരിക്കുകയാണെന്നും ബോധ്യപ്പെടുത്താനുള്ള, ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ, ആ ഒരു ശ്രമം അവർ ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ MP രാജേഷ് പറഞ്ഞു, ഞങ്ങൾ പോർമുഖങ്ങളിൽ ഞങ്ങൾ ഉണ്ടാവും, ആളുകൾ അടിച്ച് നാട്ടിൽ പൊട്ടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ UDF ആർജവത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി ഈ അവസരം ഉപയോഗിക്കാൻ അവർ ശ്രമിച്ചില്ലെങ്കിൽ കുഴപ്പത്തിലേക്ക് പോകും എന്ന് കണ്ടുകൊള്ളണം. ഇനി ഓരോ ദിവസവും ഓരോരോ പുതിയ സമരങ്ങളുമായിട്ട് CPM വരികയായിരിക്കും. എന്തായാലും നമ്മുടെ ഈ ചർച്ചയുടെ ഒരു സാരാംശം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിൽ അതിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്നും ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ടുമല്ലാതെ പ്രവർത്തിക്കുന്നവൻ ഏതവനായാലും, എത്ര വലിയവനായാലും, അവനെ ചവിട്ടി നിലത്തിട്ട് ജനം ചവിട്ടി തേൽക്കും എന്നുള്ളതിൻ്റെ ഈ പറഞ്ഞ പോലെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഒരു ഉദാഹരണമാണ് ഇന്ന് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാമെങ്കിൽ പോലും CPM-യുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞു. CPM-യുടെ ദേശീയ സെക്രട്ടറി ഒരു വലിയ ബുദ്ധിജീവി വന്നിട്ട് ഇതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും. അവരൊക്കെ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം. എന്തായാലും CPM-നകത്ത് വലിയ പൊട്ടിത്തെറി. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് 2012 മെയ് 4-നാണ് TP ചന്ദ്രശേഖരനെ പാർട്ടിയുടെ കൊലയാളികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതേ ദിവസം തന്നെ പിണറായി വിജയനെ നഗ്നനാക്കി നിർത്തിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നിരിക്കുന്നു. അതിന്റെ ഫലം അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതായത് ഭൗതികമായി ചന്ദ്രശേഖരനെ അന്ന് വെട്ടിക്കൊന്നെങ്കിൽ ഇന്ന് പ്രതീകാത്മകമായി ഇന്ന് പിണറായി വിജയനെ യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായി ജനങ്ങൾ പിണറായി വിജയന്റെ മുഖത്ത് 51 വെട്ടുവെട്ടിയ ദിവസമാണിത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എനിക്കതല്ല, അതായത് 40 കാറ്, 400 പോലീസ്. ഇനിയിപ്പോൾ എങ്ങനെ MLA ആയി കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഇയാൾ വരും, റോഡിലിറങ്ങും? ഒന്ന് ആലോചിച്ചോക്കെ. ഇയാൾ കാണിച്ചൊരു ധാർഷ്ട്യം. എനിക്ക് ഈ പറയുന്ന UDF-ൻ്റെ ആൾക്കാരോട് എനിക്കും പറയാനുള്ളത് ഇതാണ്, ഈ ഒരു വൻ വിജയം അത് ഒരിക്കലും നിങ്ങളുടെ ആരുടെയും മികവ് കൊണ്ടല്ല, അത് പിണറായി വിരുദ്ധ വികാരം കൊണ്ടാണ്. പിന്നെ അതുപോലെ ഈ പറഞ്ഞ നമ്മളും ഈ അണ്ണാൻ കുഞ്ഞിന് തന്നാലായതുപോലെ ഞാനും ഉൾപ്പെടെയുള്ളവർ, ഷാജാൻ സാറിന് പോലെ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ ഒരുപാട് പേര് ഈ സർക്കാരിനെതിരെ ഞങ്ങൾ വരായികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ ഒന്നും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഞങ്ങളൊക്കെ നേരവണ്ണം ഉറക്കം പോലും ഇല്ല. രാത്രി ഏത് സമയത്താണ് പോലീസ് വരണമെന്ന് അറിയില്ല. ആ രീതിയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. അതുകൊണ്ട് എനിക്ക് UDF-ൻ്റെ ആൾക്കാരോട് പറയാനുള്ളത്, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആരായിരുന്നാലും ഇവന്മാരെ നാളെ ചെങ്കോടകവും എടുത്തുകൊണ്ട് നാളെ വരും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും ഒക്കെ സമരം നടത്താനായിട്ട്. അടിച്ച് നാട്ടല് പൊട്ടിക്കാൻ പറയണം, അതുപോലെ അടിച്ച് കാലിൻ്റെ ചിരട്ട പൊട്ടിക്കാൻ പറയണം. കാരണം നവകേരള സർക്കിട്ട് നടന്നപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ കൈകാര്യം ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ, ഗൺമോനും മറ്റും, അതേ രീതി ഇവന്മാരെടുത്ത് ആ രക്ഷാപ്രവർത്തനം ഇവന്മാരോടും എടുക്കാനുള്ള
ഒരു ഉത്തരവ് കൊടുക്കാൻ ആർജവമുള്ള ഒരു ആഭ്യന്തരമന്ത്രി ആഭ്യന്തരം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവന്മാർ തലേ കയറിയിരുന്ന അപ്പിയിടും. അത് ഈ കഴിഞ്ഞ 10 വർഷത്തേക്കാൾ ഭീകരമായിരിക്കും. സർക്കാരിനെ നേരാവണ്ണം ഭരിക്കാൻ സമ്മതിക്കില്ല, കാലാവധി തികയ്ക്കാൻ സമ്മതിക്കില്ല, ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും നഷ്ടപ്പെടും.